അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. So let's welcome the entire team to Star Magic. വിശേഷങ്ങൾ എന്തൊക്കെയാ? പുതിയ വിശേഷങ്ങൾ എന്താ? സുഖമായിട്ടിരിക്കുന്നു, ഇതിപ്പോ ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു. ഈ കുട്ടി വന്നപ്പോ മുതലേ സുന്ദരിയായിട്ട് ഇരിക്കണല്ലേ, സുന്ദരിയായിട്ട് നിൽക്കുന്നു. സ്റ്റാർ മാജിക്കില് നമ്മൾ പല തള്ളും തള്ളുമെങ്കിലും ഇത് തള്ളല്ല, ഇത് സത്യം. അയ്യോ ഒന്നും അടങ്ങിയിരിക്കുക, അവരാ പരിപാടി ചെയ്തോട്ടെ. ഞാനുള്ളതുകൊണ്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. ലക്ഷ്മി ചേച്ചി 4 വർഷമായിട്ട് ഈ ഫ്ലോറിൽ നിൽക്കാം. ഒരു കസേര കൊടുക്കും, അവൾ ഇരിക്കട്ടെ. ഒരു ദിവസം അവള് ഹെന്ന ചെയ്തിട്ടേ തല ഉണങ്ങിയില്ല, നേരെ പോകുന്നു. എന്നോട് ആരും എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ചോദിച്ചിട്ടും കൂടെ ഇല്ല. 4 കൊല്ലം നിന്നിട്ട് എന്താ കാര്യം ഇപ്പൊ? ഉണ്ണി നീ അടങ്ങ. വൈകുന്നേരം നമുക്ക് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഒരു ചരടി വെച്ച് കേട്ടാ. ഇന്നലെ മൂക്കിൽ പഴുതാര കേറിയതിന് ശേഷം ഇങ്ങനെയാന്ന് അന്ന് കണ്ടതിന് ശേഷം ഇന്നാണ് ഞാൻ ചേച്ചിയെ കാണുന്നത്. അനു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഹൈറ്റ് കൂടി, മെലിഞ്ഞിരിക്കുന്നു, ഗ്ലാമർ കൂടി, സുന്ദരിയായിരിക്കുന്നു എന്നോട് പറഞ്ഞ ആ തന്നെ ഈ താടിയുള്ള മനുഷ്യന്റെ മുഖത്തൊക്കെ സുന്ദരിയായിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങളോട് അത് പറയാൻ പറ്റുമോ? ഒരു ആഭാസനോട് എങ്ങനെ തന്ന കോംപ്ലിമെന്റ്സിനൊക്കെ നന്ദി. നിങ്ങൾ എല്ലാവരും സുന്ദരി സുന്ദരന്മാര് തന്നെയാണ്. അങ്ങനെ നാട്ടിലെല്ലാരും പറയാറുണ്ട്, ഇവിടെ പിന്നെ ആരും അംഗീകരിക്കാറില്ല. അംഗീകരിക്കുന്നില്ലല്ലേ ഒരാളും? അല്ല, ഈ വയസ്സന്മാരോടെ ഒക്കെ പിടിച്ചിരിക്കണം, എന്നെ സമ്മതിക്കണം. ഉണ്ണി എന്താ എവിടെ ചരടി ജപിക്കാൻ പോകുന്നത്? തന്നെ കൊണ്ടുപോകണം, ഇന്ന് തന്നെ കൊണ്ടുപോകണം. ഡയാനെ വേഗം പറഞ്ഞോട്ടെ, മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നു ഡയാന. നമുക്കപ്പൊ ഒരു കാര്യം ചെയ്യാം. കാവിലെ ഭഗവതി ഡയലോഗ് ഉണ്ടല്ലോ, ലാലേട്ടനാവോ? പിന്നെ എന്നെ കണ്ട അങ്ങനെ ലുക്ക് ചെറിയൊരു ടബ് സ്മാഷ് കേട്ടോ. ഭഗവതി മൈക്ക് ഞാൻ പിടിക്കാം. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ? സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചുകളിക്കാരിയാ. ദേ, ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണിമായ പറയണില്ല. ആ അടിച്ചുകളിക്കാരി കോലത്തെ തമ്പുരാട്ടിയാണോ മാഷേ? അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും അതെ, കണ്ണില് ലെൻസ് ഇല്ലാത്തപ്പോ എന്റെ കുഴപ്പമില്ല. ഇവൻ അല്ലെങ്കിൽ തന്നെ എന്താ അന്തിക്കുരുടാ. അവൻ ഇതൊന്നും അറിയാൻ വയ്യാത്തോണ്ട് പറഞ്ഞു പോയതാ. വിഷമിക്കൊന്നും വേണ്ട. പക്ഷേ എനിക്ക് പ്രേംകുമാർ ഇഷ്ടപ്പെട്ടു. എന്തായാലും വളരെ അടുത്ത എന്താ പറയാ, ആങ്ങളെ പെങ്ങൾ സ്നേഹമുള്ള ആൾക്കാരുടെ മനസ്സ് തകർത്തു. അങ്ങനെയൊന്നും ഞങ്ങൾ ഷോസിനൊക്കെ പോയിട്ട് ഇത് കേൾക്കണ ആളൊന്നുമല്ല, പട്ടാളക്കാരിയുടെ മനസ്സൊക്കെയാ. അന്ന് ഫ്ലൈറ്റിന്റെ മേളിൽ നിന്ന് താഴത്തേക്ക് ഒരു ചാട്ടം, ഷാജോൻ ചേട്ടൻ ഒരു ഓട്ടം. ഫ്ലൈറ്റിൽ വെച്ചേ നമ്മള് അടിമാലി ചേട്ടൻ പോലെ കോമഡിയും പറഞ്ഞാർന്ന എന്തേ പുറത്തേക്ക് ചാടാൻ പറഞ്ഞു. തെക്കിനിയുടെ താക്കോല് നിന്റെ കയ്യിലുണ്ടോ? ഇല്ല, അതല്ലേ അതിനകത്ത് പൂട്ടിയിടായിരുന്നു. എന്നിട്ട് പറയാം തെക്കിനിയുടെ ഭാഗത്തേക്ക് ആരും അങ്ങോട്ട് പോവാതിരിക്കുക. ലാലേട്ടൻ ഇറങ്ങി പോകുന്നില്ലല്ലോ. അത് മതി. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു മിയ വന്ന അപ്പം മുതൽ ആ സെക്കൻഡ് മുതൽ ഇപ്പൊ വരെ അൺലിമിറ്റഡ് ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഗസ്റ്റ് തന്നെയാണ് നമുക്കും വേണ്ടല്ലോ. ഒരു ഗിവ് ആൻഡ് ടേക്ക്. മിയക്കടെ ചെറിയൊരു കോമഡി കേട്ടാൽ നന്നായിട്ട് ചിരിക്കും. എന്നെ പോലത്തെ ഒരു 10 പേര് നിങ്ങൾ പ്രോഗ്രാം നടത്തുന്ന അടിപൊളിയല്ലേ? വർത്താനമാണെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ചെറിയ കോമഡി നാട്ടുകാർ അറിയത്തില്ലേ? ചേട്ടാ, മിയ വന്നിട്ടുള്ളതുകൊണ്ട് മിയ പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് പെടുന്ന പാടാൻ പറഞ്ഞ ഏതാ പാടുക? മഞ്ഞക്കിളിയുടെ മൗളിപ്പാട്ടുണ്ടേ
മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ. തിരിയഞ്ചം തെളിയുന്ന മിഴികളുണ്ടേ. ചിരിക്കുമ്പോ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ. വലം കയ്യിൽ കുസൃതിക്ക് വളകളുണ്ടേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ. മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ. ഓ അങ്ങനെയാണെങ്കിൽ ബിൻഷോട്ട് അടിപൊളിയായിട്ട് പാടി. ഇപ്പുറത്തെ ടീമിൽ നിന്ന് ആരാ പാടുക? ഉല്ലാസേട്ടൻ. ആ എടാ അത് മൈക്ക് തന്റെ കാര്യമില്ല, അത് ഞാൻ പാടി കയറ്റി വെച്ചേക്കുന്ന മൈക്കാണ്. എന്റെ ഒരു മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി. സമ്മതിച്ച് ശിഷ്യനായിരിക്കുന്നു. നീ തുലയ്ക്കരുത്, ഇത് കാല് പിടിക്കാം. റെഡി. ആ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി. ഇന്നെന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു. വന്നു ചിരി തൂകി നിന്നു. ഓ വന്നു ചിരി തൂകി നിന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി. സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു. ഇത്ര രണ്ടുപേരെ കൊണ്ട് പാടിപ്പിച്ചിട്ട് ഒരു പാട്ട് പാടുന്ന ഒരാൾ ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് എന്നെ പാടിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഒരാളുടെ കയ്യിലുണ്ടായിരിക്കും. ആഗ്രഹമില്ലേ പാടണം? പാടൂ. ഞാനോ? നന്നായിട്ട് പാടും അല്ലേ? ടൈം എടുത്ത് എന്റെ സൗണ്ട് അടഞ്ഞിരിക്കണേ ചേച്ചി. വെണ്ണീല ചന്ദനക്കിണ്ണം അയ്യോ കുഞ്ഞമടക്കായലിൽ വീണേ. കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞളി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. മലനയുന്ന പൊലാലിക്കാട്ടിൽ കണ്ണി മാങ്ങ പറിച്ചു നടക്കാം. കണ്ണി മാങ്ങ കിളിങ്ങാം. കുഞ്ഞി പഞ്ചലക്കിന്നിലെയാം. വെണ്ണീല ചന്ദനക്കിണ്ണം. കണ്ടോ ചേച്ചി, ഇവിടെ എങ്ങനെയാണ് സിറ്റുവേഷൻ? ഒരു പശു നിന്ന് അവിടെ നിന്ന് റബ്ബർ വെട്ടു വന്ന് ഇങ്ങനെ റബ്ബറിന്റെ മരത്തേലിട്ടെ കുത്തിയിട്ട് പാല് വരും. ഉണ്ടായിരിക്കോ? അയ്യോ, ഗായികനെ വളരാൻ സമ്മതിക്കൂലേ നിങ്ങള്? ഗായിക വളർത്തിയില്ലോ. ഈ ഗായനെ കൊണ്ടൊന്ന് പഠിക്കൂ പ്ലീസ്. ഓ അത് വേണോ? ശബ്ദം കൂടിട്ടോ. മിയലുക്ക, നമ്മുടെ മിയലുക്ക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മിയലുക്ക. കട്ടൻ ചായ, നമ്മുടെ കട്ടൻ ചായ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കട്ടൻ ചായ. മിയലുക്ക, നമ്മുടെ മിയലുക്ക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മിയലുക്ക. കട്ടൻ ചായ, ഞങ്ങളുടെ കട്ടൻ ചായ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കട്ടൻ ചായ. വൈകിട്ടും കട്ടൻ ചായ, കടുപ്പം കട്ടൻ ചായ, കട്ടൻ ചായ, നമ്മുടെ കട്ടൻ ചായ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കട്ടൻ ചായ. മിയലുക്ക, നമ്മുടെ മിയലുക്ക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മിയലുക്ക. കട്ടൻ ചായ, ഞങ്ങളുടെ കട്ടൻ ചായ. മതി 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 മതി. ഇവിടെ ഏത് ഗസ്റ്റ് വന്നാലും ഇത് പാട്ടാണ്, ടീമിന്റെ തന്നെ പാട്ട്. ആര് വന്നാലും ആ ടൂണിലിട്ടിട്ട് അവരെ പറ്റി പുകഴ്ത്തി പാടും. അതൊരു അസുഖല്ലേ? വാഴ്ത്തുപാട്ടുകളുടെ ഈ പാട്ട് കേട്ടിട്ട് കീബോർഡ്സിന്റെ 4 കട്ടയാ തെറിച്ചു പോയത്. ഇനി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ബേബി വാവയുണ്ട്. ആ ബേബി രണ്ടൊന്നാണല്ലോ. ആ ബേബി നന്ദ, ദേവി നന്ദ കഴിഞ്ഞ സ്കെഡ്യൂൾ തൊട്ട് രഹസ്യമായിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറയും, ചേച്ചി എനിക്ക് പാട്ട് പാടാൻ ഒരു അവസരം തരണം, എനിക്ക് പാട്ട് പാടാൻ ഒരു അവസരം തരണം. അനുവിനെ പോലെ ആവണമെന്നാണ് ദേവിക്കുട്ടിയുടെ ആഗ്രഹം. അയ്യോ, ചതിച്ചല്ലോ ഭഗവതി. എന്റെ നാട്ടുകാരിയാണ്, എന്റെ അഭിമാനം സംരക്ഷിക്കാൻ അവളൊരു ചേട്ടാ അങ്ങനെയൊന്നും പറയും. അപ്പം പഠിക്കും. ആർത്തികളാണോ വീട്? ആറ്റിങ്ങൽ, കുട്ടിയുടെ വീട് ആറ്റിങ്ങലാണ്. അതെ.
മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ എന്നെ നോക്കണേ. അതല്ല അല്ലല്ല ഇത് ഗസ്റ്റിനെ ഈഗോടിക്കും. കാരണം എന്നെ നോക്കണേ എന്ന് പറഞ്ഞാൽ മീയെ നോക്കാണ്ടിരിക്കണേ എന്റെ ഒരു അതെ, അതെ. അത് പറ്റില്ല. മീയെ പറ്റി പോയൊന്നുമില്ല. കൊച്ചിനെ നോക്കിക്കോട്ടെ, എല്ലാരും നോക്കിക്കോട്ടെ. ആ, അതെ. ഞങ്ങൾക്ക് ഈഗോടിച്ചു. ആ പാടി കയറ്റി വെച്ചേക്കണേ കുറക്കരുത്. നിന്ന് വിഷമിപ്പിക്കാതെ അതിനെ അവിടെ കൊണ്ട് തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം ആകാശ പൊന്മാനിഴകളിൽ ആഴത്തിൽ പൊന്നേ വരാം. നീ വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം ആകാശ പൊന്മാനിഴകളിൽ ആഴത്തിൽ പഠിക്കുക. ആകാശ പൊന്മാനിലകളിൽ ഇനി വേണോ? തോറ്റൂലോ പിന്നെ ശരി, കുഴപ്പമില്ല. ഇനി കലേഷ് ചേട്ടാ ഇത്ര കലാശിന്റെ വീടിന്റെ അടുത്ത് നടക്കുന്ന ആറ്റിങ്ങൽ വിറ്റ് എടുത്ത് നിന്നിട്ട് ഞാൻ പാടണോ? ലയിക്കാൻ പറ്റണം കേട്ടോ. എല്ലാ രീതിയിലുള്ള അതിൽ ഇംപ്രസ്ഡ് ആവണം. അത് മാത്രമല്ല മിയാൻ ടാൻസൺ പാട്ടുപാടി മഴ പെയ്ച്ച പോലെ ഞാൻ മിഠായി മഴ പെയ്യിപ്പിക്കും. ശരിക്കും? ആ സീരിയസ് ആയിട്ട്. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ രണ്ടുപേരുടെ പാട്ട് കഴിയുമ്പോഴത്തേക്ക് ആറ്റിങ്ങൽ എല്ലാവരും കുടി പോയി ഇറങ്ങുമോ? കലേഷ് ഭായി ഇവിടെ മഴ പെയ്ക്കരുത്, നാളെ ഷൂട്ടുള്ളതാണ്. പാട്ടുപാടി മഴ പെയ്ച്ചാൽ ഇടി കൊള്ളിക്കല്ലേ. താരകക്കൂട്ടങ്ങൾ വാനിൽ നിരന്നത് നിന്നെ വരവേൽക്കുവാനോ ആ, മാരുതൻ മൂളിയ ഗാനങ്ങളെല്ലാം നിന്നെ കുറിച്ചായിരുന്നു, എന്നും നിന്നെ കുറിച്ചായിരുന്നു. ആ. ത്തിന് തിലകം ചാർത്തിയ ചന്ദ്രികേ പൂർണ്ണചന്ദ്രികേ. ആ. അടിപൊളി. എന്റെ ഒരു ഗസലും അവൻ ബസ്സിൽ മാത്രമേ പാടത്തുള്ളൂ. ഗസൽ ഇവിടെ നിന്നൊരു പാട്ട് പാടാൻ പറ്റുമോ? എടുത്തുക്കണോ? പാട്ട് കേട്ടിട്ട് വിലയിരുത്തിയാ മതിയേ. മഴച്ചാറുമിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പു പോൽ കുളിർ കാറ്റു പോലെ ചാരി വന്നോളേ, എൻ്റെ ചാരി വന്നോളേ. മഴച്ചാറുമിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പു പോൽ കുളിർ കാറ്റു പോലെ ചാരി വന്നോളേ, എൻ്റെ ചാരി വന്നോളേ. ഓ മിയാ മിയാ എൻ മിയാ മിയാ, ഓ മിയാ മിയാ എൻ മിയാ മിയാ. ഷാജഹാന്റെ ആശയാ. വേണ്ട. എങ്ങനെ പാടുന്നത് നല്ല രീതിയിൽ കൊണ്ട് ഒരു അല്ല, എന്നാൽ ആ പേരിനോടനുബന്ധിച്ചൊരു പാട്ട് പാടണം. അതുകൊണ്ട് അല്ല ഇത് പാടാനാ പുള്ളി ഇത് വന്നാ പാടിക്കൂലല്ലോ. അതുകൊണ്ട് ആദ്യം മറ്റത് പാടിയിട്ട് പുള്ളിയുടെ ഉള്ളിലുള്ള സാധനം പുറത്തിയാടി. അതല്ല, പുള്ളി ഋഷഭത്തിൽ പാടിയിട്ട് വിഷമത്തിൽ അവസാനം. ഇത് എന്നാലൊരു എന്റർടൈൻമെന്റ്. നല്ല കടല എന്നിട്ട് ലാസ്റ്റ് കരിഞ്ഞ കടല പിടിച്ച് കഴിക്കും. അതാണ് പല്ലിന്ന് ഓണമില്ല. കരിഞ്ഞ കടലയുടെ ഞാൻ കൊണ്ടുവന്ന് പറയാലോ നിങ്ങള്. പറയരുത്. ആ പറയും നിങ്ങൾ, അത് പറയാതിരിക്കാൻ വേണ്ടിട്ടാണ്. ആ, മനഃപൂർവ്വം. സംഗീതജ്ഞൻ എന്തായാലും അഭിപ്രായം പറഞ്ഞില്ല. ആരാ സംഗീതജ്ഞൻ നീ എന്നെ നശിപ്പിച്ച് അടങ്ങുമല്ലേ? എനിക്ക് കണ്ടൊക്കെ ശരിയാണെന്ന് ജോത്സ്യം പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ബോധ്യായി. ശരി മീശയും വെച്ച് വന്നിരിക്കുക നിന്റെ രൂപത്തിൽ. എന്നല്ലടാ നിന്നെയാ. നിന്നെ തന്നെയാ. എന്തായാലും സ്റ്റാർ മാജിക്കിന് ഇന്നത്തെ ഒരു ടോട്ടൽ ഫൺ പാക്ഡ് എപ്പിസോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ജസ്റ്റ് സാമ്പിൾ ആണെന്ന് നിങ്ങൾ ജസ്റ്റ് ഓർമ്മിപ്പിക്കുക. ഒച്ചടക്ക്. അപ്പോ തുമ്പി വാന്നു. എന്തായാലും once again let's welcome Mia to Star Magic. ഇനി അവർ കൂടുവാണ് ഓക്കെ, സ്റ്റാർ മാജിക്കില് നമ്മളിങ്ങനെ പല ടാലൻസും ഇങ്ങനെ ഡേ ബൈ ഡേ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഡാൻസ് കളിക്കുന്ന ആൾക്കാരുണ്ട്, പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സാധകം ചെയ്യുന്ന ആൾക്കാരുണ്ട്, പാട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കഴിവും കൂടെ ഒന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർ മാജിക്കില് ഇനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് സാധനവും കയ്യിലുണ്ടോ. അപ്പോ ഈ സാധനം കയ്യിലുണ്ടോ എന്നുള്ള ഈ ഒരു ഗെയിം എങ്ങനെ
കളിക്കണമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. അതായത് 2 ടീമും ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കുക. ഒരു ടീമിൽ നിന്ന് ഒരാൾ വരുന്നു. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പലരും പാട്ട് പാടുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ഷൂട്ട് ടൈമിൽ ചിലപ്പോൾ പറ്റിയില്ല എന്നായിരിക്കുമല്ലോ വരിക. അപ്പോൾ ഇവർ വെള്ളത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സംഗതി ഇത്രയേ ഉള്ളൂ. നല്ല തണുത്ത ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ കയറുന്നു, ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ കയറുന്നു. ഈ സാധനം കയ്യിലുണ്ടോ എന്നുള്ള സംഗതി എന്താന്ന് പറഞ്ഞാൽ നമ്മൾ മുങ്ങി ഒന്ന് ഡൈവ് ചെയ്തൊന്ന് തപ്പിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നിന്ന് നമുക്ക് സാധനം കിട്ടും. സംഗതി ഇത്രയേ ഉള്ളൂ. ഇതിനുള്ളിൽ നമ്മൾ കുറേ കാർഡ്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇതിൽ നിന്ന് ഒരു കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഏറ്റവും ആദ്യം ആരാണോ 2 ടീമിൽ നിന്ന് ഓരോരുത്തർ നിൽക്കുകയായിരിക്കും. ഏറ്റവും ആദ്യം ഏത് കാർഡാണോ എടുക്കുന്നത് അത് വെച്ചിട്ട് ഒരു 4 സെക്കൻഡ് ടൈം ആയിരിക്കും നിങ്ങൾക്ക് തരണ്ടായിരിക്കുക. ഈ 4 സെക്കൻഡിനുള്ളിൽ ഏറ്റവും ആദ്യം ആരാണോ പാട്ട് പാടി തുടങ്ങുന്നത്, തുടങ്ങുമ്പോൾ ത്രോട്ട് കറക്റ്റ് വെള്ളത്തിനുള്ളിലായിരിക്കണം. എന്നാലേ കറക്റ്റായിട്ട് ആ ഗാനങ്ങളെല്ലാം വരുള്ളൂ. ഓക്കെ. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ പാടുന്നുണ്ടായിരിക്കുക. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ ഇതിൽ ഏതാണോ അക്ഷരം അത് വെച്ചിട്ടാണ് പാടേണ്ടത്. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാം. ടീം ഫോട്ടോച്ചിലല്ലേ? ഫോട്ടോച്ചിൽ അപ്പൊ സീരിയസ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ഞാൻ കോമഡി പറയുന്നുണ്ട്. നീന്തൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പത്രമെടുത്ത് വായിക്കുമ്പോൾ അവിടെ മുങ്ങി മരിച്ച് അല്ലെങ്കിൽ ബോട്ട് പറഞ്ഞ് മരിച്ച് കുളത്തിൽ വീണ് മരിച്ചെന്നൊക്കെ നമ്മൾ കേരളത്തിലെ പത്രങ്ങളിലൊക്കെ ഇന്ത്യയിൽ മുഴുവനും മുങ്ങി മരണങ്ങൾ കൂടുതല. പക്ഷെ വിദേശത്ത് ഒരു പത്രം എടുത്തു കഴിഞ്ഞാൽ മുങ്ങി മരിച്ചെന്നുള്ളൊരു വാർത്ത ഉണ്ടാവില്ല. കാരണം വിദേശത്ത് അവിടെ സ്കൂൾ തലത്തിൽ തന്നെ നീന്തൽ പഠിപ്പിക്കും. ഇവിടെ നീന്തൽ ആരും പഠിപ്പിക്കൂല. അതാണ് ടീമേ ഞാൻ ഒരു പൊന്നാടിയിട്ടാണ് ഈച്ചോട്ടെ. അതുകൊണ്ടല്ല എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ടീമാണിത് പറഞ്ഞെന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തും പറയാൻ പാടില്ല. അല്ല ടീമേ, ഞാൻ യു ഡിസേർവ്സ് ആദ്യമായിട്ട് ഞാൻ പറയാണ്. വാലിഡ്. പക്ഷെ ടീമിന് എല്ലാരും ചേർന്ന് ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ. ടീം ഒരു കാര്യം കൂടെ, അതിലൊരു കാര്യം കൂടെ ചേർക്കണം. അതായത് ഇവിടുത്തെ വിദ്യാഭ്യാസം അവിടുത്തെ വിദ്യാഭ്യാസമായിട്ട് അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ ചില സ്കൂളുകളിലൊക്കെ ലൈക് സ്വിമ്മിംഗ് ഉണ്ട്. ശരി. ഓക്കെ. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതൊന്നുമല്ല ഇവിടുത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കയ്യിലുണ്ടോ, എത്ര പേർക്ക് മുങ്ങിയിട്ട് സാധനം കണ്ടുപിടിക്കാൻ പറ്റും, ആ സാധനം വെച്ചിട്ട് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് പാട്ട് പാടാൻ പറ്റും. ഓക്കെ. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1. ഓക്കെ. ജമ്പ് ചെയ്യാം. നിങ്ങൾക്ക് ആദ്യത്തെ വേർഡ് ആദ്യത്തെ റെഡി. 1. ഡൈന കം ഓൺ. ഡൈന കിട്ടി. ചിരിച്ചപ്പു കിലക്കി വിളിച്ചെന്നെ ഉണർത്തിയ താമര പെണ്ണാളേ, കരിമിലി കൊള്ളുന്നു ഞാൻ കവിളത്ത് നിലക്കിന്നെ കരുതിയ പെണ്ണാളേ, ചിരിച്ചപ്പു കിലക്കി വിളിച്ചെന്നെ ഉണർത്തിയ താമര പെണ്ണാളേ, കരഞ്ഞെന്നെ ഉണർത്തിയ കവിളത്ത് നുണഞ്ഞൊരു കലക്കുള്ള പെണ്ണാളേ. എന്തായാലും സുല്ലാസന്റെ ടീമിലേക്ക് 1 പോയിന്റ് പോയിരിക്കുകയാണ്. ഗുഡ് ജോബ്. ഓക്കെ. അടുത്ത റൗണ്ട് എടുത്തിട്ട് ഞാൻ 3 എനിക്ക് കിട്ടിയെന്ന് ഞാൻ ഇത് വെച്ച് എങ്ങനെ പാടും? ശരി. ഓക്കെ. അടുത്തത് റെഡി. 1, 2, 3 സ്റ്റാർട്ട്. കുഞ്ഞികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉൾമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ വന്നു പിറന്നു വണ്ടിളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. അടിമാലി പുള്ളി ഐസിനകത്ത് നിന്ന് ചെയ്യുവാണല്ലോ. ഓക്കെ. 1+1 ആണ് ടോട്ടൽ ഡൈന സ്കോർ ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് 2 പോയിന്റ്സ് ആണ് ഉല്ലാസന്റെ ടീമിന് കിട്ടിയിട്ടുള്ളത്. ലാസ്റ്റ് റൗണ്ട് കേട്ടോ. അജൂബ് ഷാ വന്നിട്ടുണ്ടെന്ന് നാൽക്കാർ അറിയണം. ഇതിനകത്ത് ചില്ലക്ഷര കാലെ കൊണ്ട് കയറാൻ സൂക്ഷിക്കണേ. അതല്ല. ഓക്കെ. റെഡി. 1, 2, 3. എടുത്തോ. അല്ലിയാമ്പൽ കടവിലെന്നറിയുവെള്ളം അരക്കല്ല. അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനന്ത് വിലാക കരിക്കിൻ വെള്ളം. മതി വെള്ളം. നീ സാധനം ചെയ്യണം. ഗുഡ് ജോബ്. നമ്മളിപ്പോ 2-1 ഇപ്പൊ നിൽക്കുന്നത്. അടുത്ത 2 പേര് ഇറങ്ങട്ടെ.
ഈ റൗണ്ടില് നമുക്ക് ഒരു സംശയം പോലും ഇല്ല, കാരണം ജയിക്കാൻ പോകുന്നത് സ്റ്റാർ മാജിക്കിന്റെ സ്വന്തം ആസ്ഥാന ഗായകനാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, റൗണ്ടിന്റെ ഭാഗമായിട്ട് ആ സീനിയോറിറ്റി അദ്ദേഹത്തിന്റെ സിംഗിങ്ങില് എന്തായാലും നമുക്ക് നോക്കാം. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഇവിടുന്ന് ബിനീഷ് ബാസ്റ്റൻ ആൻഡ് ഇവിടുന്ന് സ്വന്തം പാട്ട് പാടാൻ പാടില്ല. ഓക്കെ, സിനിമ പാട്ടുകൾ മാത്രമേ പാടാൻ പാടുള്ളൂ. ഓക്കെ, ഓ കോമഡി കുറുക്കനല്ലേ പാടില്ല എന്ന് പറഞ്ഞ്. ശരി, നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ്. കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ് ഫോർ സാധനം കയ്യിലുണ്ടോ? 3, 2, 1. ഫുൾ തലമുങ്ങണം. ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് പോകും. രാത്രി മാഞ്ഞു പോയി രക്തശോഭയാ ആയിരം ഇനാക്കളായി പോയി പറഞ്ഞു. ആ രാത്രി മാഞ്ഞു പോയി, ആ രാത്രി മാഞ്ഞു പോയി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അല്ല, മിയക്ക് അവിടെ ഇരുന്ന് തണുക്കുണ്ടോ? എന്ത് പറ്റി? എൻജോയ് ചെയ്യണില്ലേ? ആ പാട്ട് കേട്ടതിന്റെ ആഘാതത്തിൽ ഞാൻ ഇങ്ങനെ പുറകോട്ട് വീണു പോയതാ. ഓക്കെ, ശ്രീവിദ്യക്കാണെങ്കിൽ സാധനം ഒന്നും കയ്യിലില്ല. ശ്രീവിദ്യക്ക് അത്രയും പറ്റിയില്ല. ശ്രീവിദ്യ, അടുത്ത റൗണ്ടിൽ നമ്മൾ അടിപൊളിയാക്കും. റെഡി, 1, 2, 3. മുങ്ങിക്കോ മുങ്ങിക്കോ, എടുത്തോ എടുത്തോ എടുത്തോ, വാ വാ വാ, പാടിക്കോ. മഞ്ഞു വീണ മണം കുടിക്കണ ഡൗൺ, ഇരുന്ന് തൊണ്ട സാധകം. മഞ്ഞു വീണ മണം കുഞ്ഞു നെഞ്ചിലെ കുഞ്ഞു നെഞ്ചിലെ കുളിരനെയും കളിനെയും കാറ്റേയും കൂവളത്തിന് കണ്ണു കെട്ടാൻ. അടുത്ത റൗണ്ട് റെഡി, 1, അടുത്ത റൗണ്ട് 3, ഗോ. മുങ്ങി തപ്പി എടുക്കേ. നോക്കിയിട്ട് പാട്. നന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെ ഒരാൽമര കൂട്ടിലിരുന്ന് മാരിവിൽ മാതില തീർത്ത് അതിൽ നാം ഒന്നായി പാടി. അടിപൊളി. ഈ ഗാന കോകിലാണ് നമ്മുടെ ടീമിന്റെ ഗാന കോകില. പാടുന്നത് നമുക്ക് അറിയില്ലേ? ഇത്രയും പാടുന്നുണ്ട്. റെഡി, 1, 2. ബിനീഷേ കേക്കടാ. ശ്രീവിദ്യ ഇരുന്ന് പാടേ. 3, ഗോ. ഉച്ചനിരയിലെ ഗായിക ഉർവശി എന്നൊരു മൗലവിക, ശില്പികൾ തീർത്ത കാളിദാസൻ പടവില് മാലയിട്ടു, ഞാൻ മാലയിട്ടു. ഗായിക എവിടുത്തുകാരി എന്നാ പറഞ്ഞേ? മൗലവിക. ലാസ്റ്റ് ഒരു റൗണ്ടും കൂടെ. റെഡി, 1, 2, 3, ഗോ. ഇരുന്ന് പാടറി, ഇരുന്ന് പാടറി, ഇരുന്ന് പാടറി, ഇരുന്ന് പാടറി. തളിരിട്ടാക്കിനാക്കൾ തൻ താമര പാലവാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, ആ വിരുന്നുകാരൻ. അയ്യോ, മീൻ പിടിച്ച് താഴത്തേക്ക് വലിക്കണ്ട. എങ്ങനെയുണ്ട് ടീമേ ഗെയിം? ടീമിന് കളിക്കാൻ പോകുന്നവർക്ക് ഒരു ഉപദേശം കൊടുക്കും. കൂളായിട്ട് കളിക്കാൻ പറ്റിയ ഗെയിമാ. അതെ, ഭയങ്കര അതിനൊരു കൈയടി, കൂളായിട്ട് കളിക്കാൻ പറ്റിയ ഗെയിമാണ്. ടീമിന് എപ്പോഴും ചില്ലാവണമെന്ന് ആഗ്രഹമുള്ള ആളാ, കൂളാവണമെന്ന് ആഗ്രഹമുള്ള ആളാ. സൂപ്പർ കൂളാവാൻ ഒരു റൗണ്ട് കൂടെ കളിക്കാം. ഇവിടുന്ന് ടീം ഞാൻ വീണ്ടും കളിക്കാം. ഞാൻ ഫോട്ടോ വെച്ചുകാരനാണ്. കടലിൽ ഇങ്ങനെ തിരമാലകൾ എണ്ണി 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 ജീവിക്കുന്ന ആളാണെന്ന് പറഞ്ഞ ടീം തന്നെ ഇവിടെ ഇറങ്ങാണ്. ആ ഓപ്പോസിറ്റ് നിന്ന് മാൻവി. ഓക്കെ, സാധനം കയ്യിലുണ്ടോ? നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ടീം വീണ്ടും ആൻഡ് ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് മാൻവി. യുവർ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. മുങ്ങിക്കോ മുങ്ങിക്കോ മുങ്ങിക്കോ, തക്കോ എടുക്കേ. എടുക്കേ എടുക്കേ. കൽപ്പന കായാണോ ഇത്? എടുക്കണി എടുക്കണി എടുക്കണി. അയ്യോ ഋതുവേദ കൽപ്പന കാലിൽ ചൂടിനാൻ ഋതുക്കൾ വന്നപ്പോൾ ഹാപ്പിയായി, ഹാപ്പിയായി. ഋതുവേദ കൽപ്പന കാലിൽ ചൂടിയപ്പോൾ ഋതുക്കൾ വന്നത് ഹാപ്പിയായി. അയ്യോ, ഇത് ഏതാ പാട്ട് ടീം? അതും കൂടെ ഒന്ന് പറഞ്ഞുതരോ? അയ്യോ ആ പാട്ടാ പുള്ളി പാടിയത്.
എന്തായാലും കിട്ടിയപ്പോ തന്നെ പാടി കറക്റ്റ് ആയിട്ട് ഋതുഭേദ കൽപ്പന. അടുത്ത റൗണ്ട് റെഡി 1 2 3 പാട്. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ. കേട്ടു കേട്ടു നീ ഉറങ്ങൂ. നിന്റെ കാതൽ. മാൻവി കരളൊക്കെ ഓക്കെ അല്ലേ? റെഡി 1 2 3 വാവാ മനോരഞ്ജിനി ദുരംഗിണി സൂപ്പർ സുഹാസുന്ദരി നളചരിതം ഹമയന്തിയോ നളചരിതം ഹമയന്തിയോ എന്നെ അത് മാത്രമോ വാവാ മനോരഞ്ജിനി ദുരംഗിണി സൂപ്പർ സുഹാസുന്ദരി. അയ്യോ നല്ല താളം. അതെ ബെസ്റ്റ് താളമാണ്. സൂപ്പർ. പുള്ളി രാജിവെച്ച് പോവാണെന്ന് പറഞ്ഞു മ്യൂസിക്കിന്റെ ആള്. അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ പിടിച്ചോളെ. മുങ്ങി എടുക്ക് മതി. ചാം ചച്ചാ ചൂം ചച്ചാ ചുപരി ചച്ചാ ചാ ചാം ചച്ചാ ചൂം ചച്ചാ ചുപരി ചച്ചാ 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 ചച്ചാ. ഒരു വട്ടം മണിവട്ടം വഴിയുന്ന് കല്യാണം ചാം ചച്ചാ ചൂം ചച്ചാ ചുപരി ചച്ചാ ചാ ചാം ചച്ചാ ചൂം ചച്ചാ ചുപരി ചച്ചാ ചാ. താങ്ക് യു. ഇതെന്താ സംഭവം എന്ന് വെച്ചാലേ ഈ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. താളത്തിന്റെ കാര്യത്തിൽ പുള്ളി ട്യൂഷൻ വരെ പോയിട്ടുള്ള ആളാണ്. അത് നമ്മുടെ കൊച്ചുങ്ങൾക്ക് അത് പറ്റൂല. പുള്ളി ഡെയിലി വീട്ടില് ടാങ്കില് സാധകം ചെയ്യാറുള്ളതാണ്. പ്രാക്ടീസ് ആണ് പുള്ളി. താളം. നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിലേക്ക് പോവാണ്. റെഡി 1 2 3 ഗോ. എടുത്തോ പാടിക്കോ. ഏതക്ഷരം? നാറ്റുവേലക്കിളിയേ നാട്ടുപാടി വരുമോ പൂക്കൾ വിരിഞ്ഞതുവോ നാറ്റുവേലക്കിളിയേ പാട്ടി പാടു വരുമോ ഞാൻ പാട്ടുപാടി തീർത്തു. അടിപൊളി. ഓക്കേ. സിംപ്ലി സൂപ്പർ. പൊളിച്ച്. ഫോട്ടോ കൊച്ചിക്കാരൻ അങ്ങനെ കൊണ്ടുപോയില്ലേ ഈ ഗെയിം? മിയ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഗെയിം? കണ്ടില്ലായിരുന്നെങ്കിൽ പുതിയ പല വാക്കുകളും പഠിക്കാനും കേൾക്കാനും ഒക്കെ പറ്റി. അതെ അതെ. ഇവിടുത്തെ നേരത്തെ മൗലവിയോ മൗലവി എല്ലാ മതസ്ഥിലുള്ളവരും പുള്ളി ബഹുമാനിക്കുന്നതാണ്. ഉണ്ട്. പിന്നെ ഹാപ്പിയായി അങ്ങനെയുള്ള കുറെ രസമുള്ള വാക്കുകളുള്ള പാട്ടുകൾ ആണ് കേട്ടത്. കൊള്ളാം. കോമഡിക്ക് വേണ്ടി ഐസ് കട്ട പൊക്കിക്കൊണ്ടുവന്നേക്കണം. ഓക്കെ ഗുഡ് ജോബ്. രണ്ടുപേർക്കും ഒരു വലിയ കൈഡി. മാൻവി നന്നായിട്ട് കളിച്ചു. ബട്ട് ഈ ഒരു ഗെയിം ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ബിനീഷ് ബാസിനാണ്. ബിനീഷ് ബാസിനെ കടത്തി വെട്ടാൻ ഇനി ആരിറങ്ങും? ലാസ്റ്റ് അവിടുന്ന് ദേവിക്കുട്ടി ഇറങ്ങട്ടെ. ഇവിടുന്ന് ആരിറങ്ങും? അനു. ഇത് 2 LKG കുട്ടികൾ തമ്മിലുള്ള ഒരു ഗെയിമായിട്ട് മാത്രം നിങ്ങൾ എടുക്കുക. നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് പോകുമ്പോൾ, അതായത് നമ്മുടെ എല്ലാവരുടെയും നിരന്തരം റിക്വസ്റ്റ് പ്രമാണിച്ചിട്ടാണ് 2 വാല്യുബിൾ ആർട്ടിസ്റ്റ് ഈ ഒരു ഗെയിമിൽ കളിക്കാൻ വരുന്നത്. അല്ലാണ്ട് അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. ഒന്ന് നമ്മുടെ ദേവിക്കുട്ടിയും ഒന്ന് അനുക്കുട്ടിയും. 2ലും കുട്ടികളുണ്ട്. ഓക്കെ, കുട്ടികളുണ്ടെന്നല്ല, 2ലും പേരിൽ കുട്ടിയുണ്ട്. എന്തായാലും നമ്മൾ ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവർക്കാണെങ്കിൽ ഐസില്ലാത്തൊരു ഗെയിം ഇല്ല. ഓക്കെ, അപ്പൊ സാധനം കയ്യിലുണ്ടോ? ഫൈനൽ റൗണ്ട് കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അപ്പൊ തന്നെ പാടിക്കോ. അയ്യോ, മൈക്കിനകത്തോടെ തെറി വിളിച്ചു പറയണേ. അടുത്ത ഒരു മിനിറ്റ് റെസ്റ്റ്. ഐസ് കെട്ട ചവിട്ടി എന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കുവാണ്. എന്നാണ് നിന്റെ കൃഷ്ണമണിയൊക്കെ അലിഞ്ഞു പോവുകയാണോ? എടാ തങ്കച്ച, നീ ഇത്രയും നാളും പുറകെ നടന്നില്ലേ? ഇപ്പൊ ഒന്ന് കാണണ്ട ഇവിടെ സൗന്ദര്യം. നീ ഇപ്പിട്ടിട്ട് പാടാ. ആരും ഉണ്ടാലും ഇപ്പൊ ഒന്ന് മോഹിക്കൂട്ടോ. അതെ അതെ അതെ. കുളപ്പുള്ളി അപ്പനാണ്. ചാത്തന്മാർ കൊണ്ടുവരും. അടിപൊളി. ഫോട്ടോ എടുത്ത് വെക്കാത്തോ? നോക്കോളെ. എന്റെ കൊച്ചു ഭ്രാന്തിയായേ.
ഇത്ര നാളെ ഒരു കുഴപ്പമില്ലായിരുന്നു കൊച്ചാ. ആക്രി കണ്ണനോ? അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോട് നീ ഇരുന്ന് പാട് എന്ത് പരിഭവം, മെല്ലെ ഓടി വന്നു അമ്മേ. മോനെ എടി നീ ആക്രീനെ പിടിക്കാതെ നീ കേറി പോ. ശരി, ഇറ വെച്ചിട്ട് രണ്ടുപേരും ലൈക്ക് പാടി, ഒരാള് പാടിയില്ല, അടുത്ത ആള് ടൈം ശരിയായില്ല. എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് പോകണം. റെഡി, 1 2 3 ഗോ. എടുത്ത് അപ്പൊ തന്നെ പാട്. പാടാ നമുക്ക് പാടാം, പാടാം നമുക്ക് പാടാം, ഒരുമിച്ച് പാടാം. വേഗം ഇവിടെ പാടിക്കോട്ടെ. ഇല്ല പല്ലാനദേ 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 ദേ 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 പല്ലാനദേ 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 ദേ 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 മകമലം നിനാവകർ പല്ലാനദേ അൽഗോനർക്ക് പാ. ഇതിനിടയ്ക്ക് ജനാർദ്ദനൻ ചേട്ടനും വരെ പാടാൻ വന്നു സഹായിക്കാൻ. കാവ്യമാ വന്നു തോന്നുന്നു. ശരി, അടുത്ത ആള്. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. അനു നിലാവിൻ മകി. റെഡി, 1 2 3 ലാസ്റ്റ് റൗണ്ട്. മുങ്ങിക്കോ, എടുത്തോ. ക്ലാക്ലി ക്ലൂ ക്ലൂ ക്ലാക് ക്ലാക് ക്ലൂ ക്ലാക്ലി ക്ലൂ ക്ലൂ ക്ലാക് ക്ലാക് ക്ലൂ ക്ലാക്ലി ക്ലൂ ക്ലൂ ക്ലാക് ക്ലാക് ക്ലൂ 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 ക്ലാക്ലി ക്ലൂ 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 ക്ലിക് ക്ലാക് ക്ലൂ ക്ലിക് ക്ലാക് ക്ലൂ ക്ലാക് ക്ലാക് ക്ലൂ ക്ലൂ ക്ലിക് ക്ലാക് ക്ലൂ ക്ലി ക്ലാക് ക്ലാക് ക്ലൂ ക്ലൂ ക്ലാക് ക്ലൂ ക്ലാക് ക്ലാക് ക്ലൂ ക്ലാക് ക്ലാക് ക്ലൂ ക്ലി. 1 2 3 ഗോ. എടുക്ക്. ചാടിയാടി ഉറങ്ങൂ നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങൂ നീ, കാണാക്കിനാക്കൻ ഉറങ്ങൂ നീ, ചാഞ്ചാടിയാടി ഉറങ്ങൂ നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങൂ നീ. മതി. മിയ, എങ്ങനെയുണ്ടായിരുന്നു ടോട്ടൽ ഗെയിം? ഒന്നും പറയാനില്ല. അനു ഒരു നിമിഷ കവിയാണ് എന്നുള്ളത് ഇവിടെ പ്രൂവ് ചെയ്തു. ഏതക്ഷരം കൊടുത്താലും പാട്ടുണ്ടാക്കി കൊച്ചു പാടിയിരിക്കും. അങ്ങനെ ആ ഒരു അനുവിന്റെ ആ ഒരു ടാലന്റ് ഞാൻ ഇവിടെ തിരിച്ചറിഞ്ഞു. അതേപോലെ ഈ മോളും നല്ലപോലെ ട്രൈ ചെയ്തു. നല്ല ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു അല്ലേ? ഈ ഒരു താല്പര്യമില്ല. ഓക്കെ, അവരുടെ ആ ഒരു ഗെയിം സ്പിരിറ്റിന് വലിയൊരു അപ്രിസിയേഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഈ ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ ഈസി അല്ല. ജയം തോൽവി അങ്ങനെയൊന്നും ഇതിലില്ല. ഈ ഗെയിം കളിച്ചിട്ടുള്ള എല്ലാവരും വിന്നേഴ്സ് ആണ്. ഗെയിം കളിക്കാതെ കാലുമ കാലുകയറ്റി വെച്ചവരാണ് ഇന്നത്തെ എന്താ പറയാ തോറ്റവര്. അപ്പോൾ ചാട്ടടി ഏറ്റുവാങ്ങാൻ പോണേ ഗെയിം കളിക്കാതെ വെറുതെ ഇരുന്ന ജയിച്ച ടീമിലെയും തോറ്റ ടീമിലെയും അംഗങ്ങൾ. ചാട്ടം പോരട്ടെ. ഗെയിം കളിച്ചാൽ മതിയായിരുന്നു. അനു തങ്കച്ചനെ കൊന്നിട്ട് പോകാന്ന്. ഐസിൽ മുക്കിയെടുക്കണം. ഞാനൊരു പേപ്പർ ഇട്ട് കത്തിച്ചൊന്ന് ചൂടാക്കി തരട്ടെ. എന്നടാ ഓന്താണോ? ഞാനൊരു തങ്കച്ച ഒന്നും നോക്കണ്ട, അടിച്ചവന്റെ നടു തളർത്തിയാരെ. മൂക്കിലല്ലേ, സോറി, ഇവിടെ മൈക്ക് കോമഡിയാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, അത് ട്രാജഡിയാ. റെഡി, 1 2 നടക്കില്ല, അത് 3 ഗോ. നല്ലൊരു സ്പർശന സുഖം കിട്ടി എനിക്ക്. എന്നാലും ഇച്ചിരി കൂടെ ആവായിരുന്നു. അടുത്ത സൗണ്ട് കേട്ടില്ല ചേട്ടാ ആരും. അപ്പൊ അനുവിന്റെ ഇഷ്ടം, അവളെ ഇഷ്ടമല്ലേ സാധിച്ചു കൊടുക്കുന്നത് എന്താ? അത് വെച്ചവന്റെ തലക്കിട്ട് അടിക്കടി. അതൊക്കെ എന്തൊക്കെ ആയിക്കോട്ടെ, ഇതൊരു കോമഡിയാണ്. 1 2 3 അവിടെയല്ല തങ്കച്ചൻ ദേ നിൽക്കുന്നു. എടാ, ഐസ് കട്ട കയ്യിലിരുന്നോണ്ട് വേദന അറിഞ്ഞില്ല. തിരിച്ചടിക്കാൻ പറ്റില്ല. അല്ല, ആ പ്രസന്റേഷൻ തരൂ. നീ തരൂ. മാമോളെ വരോ? മാമോളെ ഷോ ഡയറക്ടറല്ലേ പറഞ്ഞത്, അടിച്ചോളെ. വാ മോളെ വാ.
ഷോ ഡയറക്ടർ പോയി വാ മോളെ. ആരാ പറഞ്ഞ മോളെ തിരിച്ചടിക്കാൻ പറയുന്നു, നീ അടി കൊണ്ടോ? പിന്നെ എനിക്ക് എനിക്ക് ശക്തി തരൂ. വന്നില്ല മോളെ, ഡെന്നീസ് മോളെ വന്നില്ലേ? അറിഞ്ഞൂടാ അത് നമുക്കറിയാലോ, അത്രയും വലിയ തൊലിയില്ലേ, അടിച്ചറിയില്ല. എനിക്കറിയാം. അനു സെൻസേഷൻ തിരിച്ചു വന്നോ? വേദന പിഴിഞ്ഞു കളയുന്നുണ്ട് മോളെ. ഒന്നും അടി മോളെ, മോളെ ഒന്നും അടി മോളെ. അടുത്തതായി ശ്രീവിദ്യ അടിമല്ലി തല്ലുന്ന അതിമനോഹരമായ കാഴ്ചയാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഈ സ്റ്റാർ മാജിക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ബിനു അടിമാലിനെ എങ്ങനെ തല്ലാം, അതാണ് ഈ പരിപാടിയുടെ മൊത്തത്തിലുള്ള ഒരു. റെഡി 1 2 3 ഗോ. അന്തപ്പെട്ടവരൊക്കെ കൈയടിക്കാം, ആസ്വദിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ അടിച്ചല്ലേ? എനിക്കിപ്പോ ഒന്നും ഓർമ്മയില്ല. ഓർമ്മയില്ല. ജയിച്ചാലും നമുക്കിട്ടടി, തോറ്റാലും നമുക്കിട്ടടി. ടീമേ ഇതെന്താ പാന്റ് നനഞ്ഞിരിക്കണേ? ഇതാ ഗെയിം കളിച്ചല്ലേ, പുറത്തിടാനല്ലോ തന്നല്ല, അകത്തിടാൻ തന്നില്ല. അത് തന്നെയാണ് ഇട്ടേക്കണത്. എന്തായിരുന്നു വിനീഷേ, നിന്റെ ഷർട്ടിന്റെ ബാക്കിൽ എന്താടാ? എന്താണ്? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു കുറിച്ച് ചോദിക്കട്ടെ? അയ്യോ, എന്നിട്ടും ഇംഗ്ലീഷ് അക്ഷരമാലയിലില്ലേ ഒരക്ഷരത്തിൽ കാക്കയിരുന്ന്, ഏതക്ഷരോ? ഒരക്ഷരത്തില് കാക്കയിരുന്ന്. ഉത്തരം കേട്ടോ. എച്ചിലല്ലേ കാക്കിയിരിക്കുള്ളൂ. അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. പറഞ്ഞു കൊടുത്തേക്ക് ബുദ്ധിയില്ലാത്താണല്ലേ. ഞാനങ്ങ് വന്നേക്കാം. ഉല്ലാസേട്ടനുള്ള അടി കൊടുത്തോളൂ. സീനിയറിനെ തല്ലി സീനിയറിനെ തന്നെ എന്നുള്ള പേര് മാറ്റി വരുമായിരുന്നു. തല്ലിക്കോ, പാടുവോ, മിമിക്രിയോ ഒന്നുമില്ല, അടി മാത്രമേ ഉള്ളൂ. 1 2 3 എപ്പടി ഇருந்து കണ്ണാ? നല്ല തറവാടി മീൻകറി അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. റെഡി. ലക്ഷ്മി അടിക്കാൻ ആരാ വരണേ? തോറ്റവർക്ക്, കളിക്കാത്തവർക്ക് അവകാശമില്ല. ഒരു മയത്തിലൊക്കെ അത്രേ ഉള്ളൂ. വാ നിന്നോ, നിക്ക് നിക്ക്. 1 പതുക്കെ അടിക്കണം കേട്ടോ. റെഡി 1 2 3 ഗോ. ഞാനുള്ള ടീം ജയിച്ചാലും തോറ്റാലും അടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ബിനു അടിമാലി നയിക്കുന്നതെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കളിക്കാത്ത ആൾക്കാർക്ക് കളിച്ച ആൾക്കാരുടെ വേഗം അടി. പേരിടുമ്പോ ഓർക്കണം, ബിനു അടിമാലിന്നല്ലേ, അടി കൊള്ളണം. പക്ഷേ ഈ ഗെയിമിലെ ഏറ്റവും നന്നായിട്ട് കളിച്ചതും പെർഫോമർ ഓഫ് ദ ഡേ എന്ന് അതെ അതെ ടീമാണ്. അനു, അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരാം. അതുവരെ കാത്തിരിക്കാം. ബൈ.